ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ എമൗണ്ട്, ഏകദേശം 100 രൂപ മുതൽ എങ്ങനെ മന്ത്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു മിനിമം ഒരു 3-5 വർഷം ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. അപ്പോൾ മെയിൻലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളിലാണ്. അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം, എല്ലാ മാസവും എങ്ങനെ SIP ആയിട്ട്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 100 രൂപ മുതൽ ഒരു മിനിമം ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയൊക്കെ നിങ്ങൾക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക്, ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഇതാളുകൾ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമൊക്കെയാണ് ചെയ്യുന്നത്. ചില ആളുകൾ ഇപ്പോൾ അതിലും ലോങ് ടേം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, 10-20 വർഷമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് കംപ്ലീറ്റ്ലി പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കൂടിയും, യാതൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ആ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ആവും, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിസി ബസാറോ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആപ്ലിക്കേഷനോ ഉണ്ട്, അതിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രോ എന്ന് നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരും. ഡയറക്റ്റ് ചെന്ന് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, റെഫറൽ ലിങ്ക് ഇടുന്നത് കൊണ്ട് യാതൊരു ഉപകാരമില്ല. കാരണം റെഫറൽ ലിങ്കൊന്നും ആർക്കും ഇതിൽ നിന്ന് കിട്ടുന്നില്ല, ഷെയർ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന KYC കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ സൈറ്റുകളൊക്കെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് തോന്നുന്നു അക്കൗണ്ട് ക്രിയേഷനും മറ്റു കാര്യം. അപ്പോൾ അക്കൗണ്ട് ക്രിയേഷനും KYC ഒന്നും ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സ്കീമുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ സേഫായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. ഞാനിപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏകദേശം 2-3 മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ മാനേജറിൻ്റെ കീഴിലല്ല ചെയ്യുന്നത്, മറിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം SBI നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ്, അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ്, ക്വാൻഡ് ഫ്ലെക്സി ക്യാപ്പ്, ഇതിലെല്ലാമാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോർട്ട്ഫോളിയോ മറ്റും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ടോട്ടൽ എനിക്ക് അതിൽ നിന്ന് റിട്ടേൺസ് വന്നിരിക്കുന്നത് 1900 സംതിങ് ആണ്. ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത് മിനിമം ഒരു 3 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് നല്ല രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം മന്ത്ലി 22,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയും ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ്, 1% അല്ല, അതിൽ നിന്നൊരു സർട്ടൺ എമൗണ്ട് ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിൻ്റെ പ്രോഫിറ്റ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നുമില്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ഒരു 3-5 വർഷം, 5 വർഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 വർഷമെങ്കിലും നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ SIP മോഡലാണ് ഇടുന്നത്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓരോ മാസവും സർട്ടൺ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ബൾക്കായിട്ട് എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും SIP ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയമൊക്കെ നിങ്ങളിപ്പോൾ ഒരു 1 ടൈം ഇൻവെസ്റ്റ് 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഇടിയും, ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഇപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇടിയുമെന്ന് വിചാരിക്കുക, ഇടിയാതിരിക്കട്ടെ, ഇടിയുമെന്ന് വിചാരിക്കുക.
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് അത്യാവശ്യം നല്ല ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മറിച്ച് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500 രൂപ ഇട്ടു, മാർക്കറ്റ് അപ്പിലാണ്, നെക്സ്റ്റ് മാർക്കറ്റ് ഡൗൺ ആയി, നിങ്ങൾ ഇട്ട 500 രൂപ ഒരു 400 രൂപയായി. പക്ഷേ ആ സമയവും അടുത്തൊരു 500 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത മാസം മാർക്കറ്റ് അപ്പാവുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇടുന്നതിന് ഉള്ള ഗുണം ഇതാണ്. മാർക്കറ്റ് ഇടിയുന്ന സമയത്തും മാർക്കറ്റ് അപ്പാവുന്ന സമയത്തും നമ്മളുടെ എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവായിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ബൾക്കായിട്ട് വൺ ടൈം പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, സിപ്പായിട്ടുള്ള എമൗണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ കണ്ടുപിടിക്കാം, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ഓപ്ഷനൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഒരു ക്യാപ്പ്, ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 3 സെക്ഷനായിട്ട് തിരിക്കാം നമുക്ക്. ലാർജ് ക്യാപ്പ്, മിഡിൽ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ, റിലയൻസ് പോലത്തെ കമ്പനികൾ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, അതിൽ കുറച്ച് ചെറിയ കമ്പനികൾ, പിന്നെ സ്മോൾ ക്യാപ്പ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് സ്മോൾ ക്യാപ്പിലാണ്, ചെറിയ ചെറിയ കമ്പനികളിലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ റിട്ടേൺസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്കിപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ നേരെ 1 ഇയർ റിട്ടേൺസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് 50% ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് 76% ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി 3 ഇയേഴ്സ്, ആ 1 ഇയർ എന്നുള്ള എഴുതിയിരിക്കുന്ന ആ ലെറ്റേഴ്സിൽ ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇയേഴ്സ് റിട്ടേൺസ് കാണാം. നിപ്പോൺ 32%, ക്വാണ്ട് സ്മോൾ ക്യാപ്പ് 32%. അതുപോലെ തന്നെ 5 ഇയേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ പെർസെൻറ്റേജസ് കാണാൻ സാധിക്കും. പക്ഷേ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള റിസ്ക്കുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, കമ്പനി വളരുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. പക്ഷേ ചെറിയ കമ്പനി ആയത് കാരണം പെട്ടെന്ന് പൂട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തെങ്കിലും ലോസൊക്കെ വന്ന് പെട്ടെന്ന് കമ്പനി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലോസും നമുക്ക് വരും. അപ്പോൾ ഹൈ റിസ്ക് ഹൈ റിവാർഡാണ് ഈ സ്മോൾ ക്യാപ്പ് കമ്പനിയിലുള്ളത്. അത് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി മിഡ് ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവൽ കമ്പനീസാണ്. അതിൻ്റെ റിട്ടേൺസ് നമുക്കിപ്പോൾ 5 ഇയേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മോത്തിലാൽ ഓസ്വാൽ മിഡ് ക്യാപ്പ് 5 ഇയേഴ്സിൽ കിട്ടുന്നത് 34% ആണ്. 3 ഇയേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 73%ഓളം ആ ഒരു കമ്പനി തന്നിട്ടുണ്ട്. 1 ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഇയർ ആണെങ്കിൽ 73% തന്നിട്ടുണ്ട്. 3 ഇയേഴ്സ് ആണെങ്കിൽ 38%. അപ്പോൾ ഇത് മിഡ് ക്യാപ്പും അത്യാവശ്യം നല്ല നല്ല കമ്പനീസ് ലിസ്റ്റായിട്ടുള്ള ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് കമ്പനീസാണ്, ഏറ്റവും വലിയ കമ്പനീസാണ്. റിട്ടേൺസ് കുറച്ച് കുറവാണെങ്കിലും കുറച്ച് സേഫാണത് നമുക്ക്. ഇപ്പോൾ 5 ഇയേഴ്സ് റിട്ടേൺ നിപ്പോൺ ഇന്ത്യയൊക്കെ 23%. അതുപോലെ തന്നെ 1 ഇയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം UTI നിഫ്റ്റി 200 മൊമെൻറ്റം എന്ന് പറയുന്ന സെക്ഷൻ, അവിടെ 65%. അതുപോലെ തന്നെ DSP നിഫ്റ്റി നെക്സ്റ്റ് 72% ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തരുന്ന കമ്പനീസ് നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ, മാസം ഒരു 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു 250 രൂപ ലാർജ് ക്യാപ്പ് മാനേജേഴ്സിൻ്റെ അടിയിൽ ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 250 രൂപ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു 250 രൂപ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ 750 രൂപയായി. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സി ക്യാപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനീസ് എല്ലാം ഉൾപ്പെടും. അപ്പോൾ ഒരു സേഫ് കളിയായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഫ്ലെക്സി ക്യാപ്പിലും ഒരു 1000 രൂപ, അതായത് 250 രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം ഇപ്പോൾ 20-ാം തീയതിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് 20-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായാലും മതി, ഓട്ടോമാറ്റിക് അതിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കോളും, ഇതിൽ അത് ക്രെഡിറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഓട്ടോമാറ്റിക് ആണെല്ലാം, ഒരു പ്രാവശ്യം നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള, ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈ റിട്ടേൺസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഹൈ റിസ്ക് ആയിരിക്കും, ലോസ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും, പക്ഷേ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം SBI PSU ഫണ്ടിലൊക്കെ ഒരു വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 69% ആണ് അതിൽ നിന്നുള്ള റിട്ടേൺസ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഉണ്ട്, അവർ 67%, ICICI പ്രൊഡൻഷ്യൽ, ഭാരത്, എല്ലാം നല്ല നല്ല കമ്പനീസാണ്. ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല റിട്ടേൺസ് ലഭിക്കാൻ ചാൻസ് ഉള്ള കമ്പനീസാണ്. ഫോർ എക്സാമ്പിൾ ആദ്യം ഞാൻ ചെയ്തിരുന്നത് SBI നെക്സ്റ്റ് 50
നിഫ്റ്റി ഇൻഡെക്സിലാണ്. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്തത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ക്യാപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ക്വാണ്ട് ഫ്ലെക്സി, അത് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വരുന്ന കമ്പനീസ് ഉണ്ട്. പിന്നെ കുറച്ച് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് സ്മോൾ ക്യാപ്പിലാണ്, ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട്. വേറൊരെണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 2000 രൂപയുടെ, അത് JM ഫ്ലെക്സി ക്യാപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുക, അതാണ് എപ്പോഴും സേഫ്. നിങ്ങൾ ഇവിടെ സിപ്സ് എന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റും മറ്റു കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞു 22,000 ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് 24th ഒക്ടോബർ ആകുമ്പോൾ എൻ്റെ ആ പേയ്മെൻറ്റ് ഡേറ്റ് ആവും. ആ സമയം അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വരും. ഇതിൽ എപ്പോഴും അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷ് കീപ്പ് ചെയ്യുക. 1000 രൂപയ്ക്ക് എന്തായാലും അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിൽ ക്യാഷ് വേണം. ഇത് ഇപ്പോൾ ആ ഡേറ്റ് ആകുമ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ പണിയാവും, ചിലപ്പോൾ അത് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ഡിഡക്ഷൻ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാച്ച് ലിസ്റ്റിലിടാം. അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കുറച്ച് ദിവസം നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 ഡേ റിട്ടേൺസും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. SBI നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ 0.89% 1 ഡേ നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോണ്ട് സ്മോൾ എല്ലാം ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എക്സ്പ്ലോർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഇവിടെ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ലിസ്റ്റിലുള്ള മാനേജേഴ്സിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ഒരു മാനേജർ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട്, ഇതിൽ എത്ര കമ്പനീസ് ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ ആ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ കമ്പനീസ് ഉണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാനേജർ ലിസ്റ്റിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചാർട്ടും മറ്റു കാര്യങ്ങളും വരും. ഇതൊരു മിഡ് ക്യാപ്പാണ്. ഇതിൽ 1 മന്ത് അതുപോലെ തന്നെ 6 മന്ത് 1 ഇയർ എല്ലാ ചാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകളിലേക്ക് കുറേ വർഷങ്ങളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും, അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ആളുകൾക്കറിയാം, ഒരു 10 വർഷമൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇന്ത്യൻ എക്കോണമിയുടെ സ്ഥിതി കുറേ കാലങ്ങളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു മോത്തിലാൽ ഓസ്വാൾ ഇതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്ററും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം. ഇപ്പോൾ പെർ മന്ത് നിങ്ങളൊരു 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു 1 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റിട്ടേണും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഫിക്സഡ് എമൗണ്ട് ഒന്നുമല്ല, അവരുടെ കുറച്ച് നാളത്തെ റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ 12,000 രൂപയാണ് ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 14,290 രൂപയായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപയാണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. ഒരു 10 രൂപയൊക്കെ മാറ്റിയിടാൻ പറ്റും മാസം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ 1 ഇയറിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് 1,20,000, റിട്ടേൺ ആയിട്ട് വരുന്നത് 1,42,903. 3 ഇയേഴ്സാണ് എന്ന് വിചാരിക്കുക. 3 ഇയേഴ്സ് ആകുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. 1 ഇയർ ആകുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് 19.08% ആണ്. എന്നാൽ 3 ഇയേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കാണാം 53.58% ആണ് ഈ ഒരു മാനേജർ കൊടുക്കുന്നത്. അവരുടെ ഇതിനു മുമ്പുള്ള പെർഫോമൻസ് അനുസരിച്ചാണ് ഈ ഒരു കാൽക്കുലേഷൻ. ഇപ്പോൾ 3 ഇയേഴ്സ് ആണെങ്കിൽ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 3,60,000. എന്നാൽ തിരിച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് 5,52,890 ആണ് എമൗണ്ട് വരുന്നത്. ഇനി 5 ഇയേഴ്സ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് 106.83%. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കാം കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ ഒരു 3 to 5 ഇയേഴ്സാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. 5 ഇയേഴ്സൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയൊക്കെ കാര്യമാണ്, വലിയ യുദ്ധമോ അതുപോലുള്ള നാച്ചുറൽ വലിയ കലാമിറ്റീസൊക്കെ വരുമ്പോൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് ഇതുപോലെ നല്ല രീതിയിലുള്ള ഇടിവിനുള്ള സാധ്യതയുള്ളൂ. എന്നിരുന്നാലും കുറച്ച് കാലങ്ങളായിട്ട് ആദ്യമൊക്കെ ഫോറിൻ ഫണ്ട്സിന് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് സ്ട്രോങ് ആയത് കാരണം യുദ്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വേൾഡ് വൈഡായിട്ട് വന്നിരുന്നാൽ കൂടി തന്നെയും കുറച്ച് 1-2 ദിവസം മാർക്കറ്റ് ഇടിഞ്ഞാൽ തന്നെ തിരിച്ചത് കയറാനുള്ള സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്.
സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന മാനേജേഴ്സിൻ്റെ കീഴിലൊന്നും പോയി നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ആദിത്യ ബിർള സൺ ലൈഫ് എടുത്ത് നോക്കുക. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക, റിട്ടേൺസ് എടുക്കുക. ഒരു 5000 രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 1 ഇയർ എടുക്കുമ്പോൾ 19.46, അതായത് 60,000 ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം 71,000 ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുക. ഇതുപോലെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കണം. നിങ്ങളുടെ രീതിയിലൊരു ഫൈൻഡിങ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന കേട്ടൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ രീതിയിലൊന്ന് സ്റ്റഡി ചെയ്ത് ചെയ്യുന്നത് കാരണമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഗ്രോ ആപ്പ് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ പരിചയമുള്ള ആളുകൾ നല്ല ഏതെങ്കിലും ബ്രോക്കേഴ്സിനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. യാതൊരു പ്രോബ്ലവുമില്ല. ഇപ്പോൾ ഈ ഒരു മാനേജറിൻ്റെ കീഴിൽ നമ്മൾ നോക്കുക, ഏതാണ് ക്വാണ്ട് സ്മോൾ ക്യാപ്പ്. ഇതിൽ റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ ക്യാപ്പിൽ എപ്പോഴും പ്രോഫിറ്റ് കൂടുതലാണ്, പക്ഷേ ഹൈ റിസ്ക് ആണ്. ഇതിൽ റിട്ടേൺ കാൽക്കുലേറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5000 രൂപ നമ്മൾ മാസം ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷമാകുമ്പോൾ നിങ്ങൾക്ക് കാണാം 73,000, ഏകദേശം 23%ഓളമാണ് നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുന്നത്. അതായത് ഒരു 5 years ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഏകദേശം 200%, 198% ആണ് നിങ്ങൾക്ക് റിട്ടേൺസ് ആയി ലഭിക്കാൻ ചാൻസ്. പക്ഷേ ഞാൻ പറഞ്ഞു ഹൈ റിസ്ക് ആണ്. സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. സ്മോൾ ക്യാപ്പിൽ ചിലപ്പോൾ വളരെ ചെറിയ കമ്പനീസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക്കും സ്മോൾ ക്യാപ്പിലുണ്ട്, പക്ഷേ റിവാർഡും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ മാനേജേഴ്സിനെ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സിപ്പ് വിത്ത് 500 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മാസവും ഒരു 500 rupees ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ മാനേജേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതിലേതൊക്കെ ഹോൾഡിങ്സ് ആണ് ഇവർക്കുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോത്തിലാൽ ഓസ്വാൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ എത്ര കമ്പനീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഷെയർ ചെയ്ത് ഇടുന്നതെന്ന് കാണാം. അതിന് ഹോൾഡിങ്സ് എടുക്കുക. ഹോൾഡിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കല്യാൺ ജുവലേഴ്സ്, പോളിക്യാപ്പ്, പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റംസ്, ജിയോ ഫിനാൻഷ്യൽ, എല്ലാം നല്ല നല്ല കമ്പനീസിലാണ് ഇവർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപയാണെങ്കിൽ 50 കമ്പനിയിലാണെങ്കിൽ 2 രൂപ വെച്ചിട്ട് ഈ 50 കമ്പനിയിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ സ്കീം. കല്യാൺ ജുവലേഴ്സൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെയൊക്കെ വില കൂടുന്നത് കാരണം നല്ല രീതിയിൽ ഇനിയും ബൂം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് കല്യാൺ ജുവലേഴ്സിൻ്റെ എല്ലാം. നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ കയറിയിട്ടുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഹോൾഡിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം SBI PSU ഡയറക്റ്റ് പ്ലാനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പവർ ഗ്രിഡ്, ഗെയിൽ, ഭാരത് പെട്രോളിയം, ഭാരത് ഇലക്ട്രോണിക്സ്, NTPC എല്ലാം ഗവൺമെൻറ് ബേസ്ഡ് കമ്പനീസിലും അതുപോലെ ഗവൺമെൻറ് ബേസ്ഡ് ബാങ്ക്സിലൊക്കെയാണ് ഇവർ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ്. പെട്രോനെറ്റ് LNG, ഞാൻ ജോലി ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് പെട്രോനെറ്റ്. അപ്പോൾ ഇതുപോലുള്ള കമ്പനീസിലെല്ലാം നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ ലാഭവും നഷ്ടവും അനുസരിച്ചായിരിക്കും നമ്മളുടെ റിട്ടേൺസ് ലഭിക്കുന്നത്. ഒരിക്കലും ഇതിനൊന്നും ലാഭം മാത്രമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ പോലത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴെ ഇടിയാൻ ചാൻസ് ഉണ്ട്. കൊറോണ വന്നപ്പോൾ ഉള്ള ഇടിവ് എന്തായാലും ഇനി ഉണ്ടാകാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ ഇടിവാണ് കൊറോണ ടൈമിനൊക്കെ വന്നത്. അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ നല്ല രീതിയിലുള്ള ഇടിവ് വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്നത് ചെറിയ കറക്ഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അതെന്തായാലും തിരിച്ച് കയറുകയും ചെയ്യും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് കാലമായി ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാർക്കറ്റിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോസും ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് ഉദ്ദേശിച്ച് ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ ഇത് ഞാൻ ഗ്രോയിലാണ് ചെയ്യുന്നത്. ഗ്രോ എന്ന് പറയുന്ന ആപ്പ്, ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും KYC കംപ്ലീഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ക്രിയേഷൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം. ആ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഇതുപോലെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ നല്ല നല്ല
മാനേജേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും ആരുടെയും റെക്കമെൻഡേഷനിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ കൊണ്ട് ഫുൾ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ സിപ്പ് ആയാലും ശരി, സ്മോൾ ക്യാപ്പിൽ മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിക്സ് ആയിട്ട് ചെയ്യുക. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പിലൊക്കെ ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് നാളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടി അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ SBI നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. റെഡീം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് ഇപ്പോൾ റെഡീമാവും. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ ലോങ് ടേം ആണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 14,999, കറൻറ്റ് 15,588, റിട്ടേൺസ് 588, ഡേ റിട്ടേൺ 137 റുപ്പീസ്. അതുപോലെ തന്നെ XIRR എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റൈറ്റ് ഓഫ് റിട്ടേൺസ് ആണ്. അത് ഇതിൻ്റെ ഒരു റിട്ടേൺ കാൽക്കുലേറ്റർ ആണ്. 46.59% ആണ് ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള XIRR. അതുപോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. 24 സെപ്റ്റംബർ, ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻവെസ്റ്റഡ് 17 ജൂലൈ. പിന്നീട് നെക്സ്റ്റ് മന്ത് 26 ഓഗസ്റ്റ്, 24 സെപ്റ്റംബർ ഈ മാസം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ആ ഒരു ഡേറ്റ് ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാമാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ റിട്ടേൺ ഒരു 3 ഇയർ റിട്ടേണിൽ നമ്മളിപ്പോൾ ICICI Prudential എടുത്തു എന്ന് വിചാരിക്കുക. ഇതിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിക്കും, സ്റ്റാർട്ട്, സിപ്പ്, അതുപോലെ തന്നെ വൺ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു എമൗണ്ട് ഒരു 1 lakh ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ 10,000 ഒക്കെ വൺ ടൈം ഒരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഈ ഓപ്ഷൻ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ലിങ്ക് ചെയ്ത ആ ബാങ്ക് അക്കൗണ്ടും മറ്റു കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതല്ല ഞാൻ ചെയ്യുന്നത് പോലെ സിപ്പ് ആണെങ്കിൽ സ്റ്റാർട്ട് സിപ്പ് കൊടുക്കുക. ഒരു 500 രൂപ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ട് സിപ്പ് കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് അക്കൗണ്ട് ക്രിയേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.